പ്രിയപ്പെട്ട കൂടപ്പിറപ്പേ, നിൻ്റെ ജീവിതത്തിൽ നീ തോറ്റുപോയി എന്ന് പറഞ്ഞ് പലപ്പോഴും നീ തലകുനിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സന്ധ്യയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഭൂമിയിൽ നിങ്ങളെ ആക്കി വെച്ചത് എല്ലാ കാലത്തും തോൽക്കുവാനല്ല. നിന്നെ തോൽപ്പിച്ച ശത്രുവിന് മുമ്പിൽ ജയിച്ച് തല ഉയർത്തി നിൽക്കാനാണ്. നിന്നെ കൊണ്ടതിന് കഴിയത്തില്ല. പക്ഷേ നിൻ്റെ ഹൃദയം യേശുവിന് കൊടുക്കുമെങ്കിൽ നിൻ്റെ പരാജയങ്ങൾ വിജയമായി മാറും. മനുഷ്യൻ പറയുന്നത് കേട്ട് മനുഷ്യൻ്റെ വാക്കിന് ചെവി കൊടുത്ത് യാത്ര ചെയ്യാതെ കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധ വെച്ച് കേൾക്ക്. ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഞാൻ നിൻ്റെ ദൈവമാണ്. ഞാൻ സകലത്തെയും ജയിച്ചിരിക്കുന്നു. കുഞ്ഞെ, സകലത്തെയും ജയിച്ച റോമാ സാമ്രാജ്യത്തിൻ്റെ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ച് മരണത്തെയും പാതാളത്തെയും ജയിച്ച് പുറത്തു വന്ന യേശു കർത്താവ് വിശ്വസിച്ചുകൊണ്ട് നീ നിൻ്റെ പരാജയത്തെ വിജയമാക്കാൻ സ്റ്റെപ്പുകൾ മുൻപോട്ട് വയ്ക്കുക. നിന്നെ പരാജയപ്പെടുത്തിയവർ നിൻ്റെ വിജയം കണ്ട് നിൻ്റെ മുമ്പിൽ തലകുനിക്കും. നിന്നെ കുറ്റം പറഞ്ഞവരും പരിഹസിച്ചവരും നിൻ്റെ അടുക്കൽ വന്ന് കരനീട്ടുന്ന നിൻ്റെ കണ്ണുകൊണ്ട് നീ കാണും. അപ്പനും അമ്മയും കൂടപ്പറപ്പുകളും നിന്നെ തള്ളിക്കളഞ്ഞെങ്കിൽ അവർ നിന്നെ ചേർത്ത് പിടിക്കുവാൻ നിൻ്റെ ചാരത്ത് ഓടിയണയും. വ്യക്തമായി പറയട്ടെ, എല്ലാവരും തള്ളിക്കളഞ്ഞ വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ യോസേഫിനെ കുറിച്ച് പറയുന്നു. ഒടുവിൽ യോസേഫിൻ്റെ മുമ്പിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ചെന്ന് കരനീട്ടേണ്ടുന്ന അവസ്ഥ വന്നതുപോലെ നിന്നെ പരാജയപ്പെടുത്തിയവരുടെ മുമ്പിൽ നിൻ്റെ തല ഉയർന്നിരിക്കും. നിന്നെ കുറ്റം പറയുന്ന നിന്നിൽ ആശ്രയിച്ച് നിൻ്റെ അടുക്കലേക്ക് ഓടി വരും. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഈ പകൽക്കാലം ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഹൃദയം കൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊന്നിലും രക്ഷയില്ല. യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിൻ്റെ പരാജയം വിജയമായി മാറും. അതിൻ്റെ സാക്ഷിയാണ് ഞാൻ. എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ കരയണ്ടെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച കർത്താവ് നിങ്ങളെയും ചേർത്ത് പിടിക്കും. വിശ്വസിക്കുന്നെങ്കിൽ അവൻ്റെ ബലമുള്ള കരത്തിൽ താഴ്ത്തി കൊടുക്ക്. അവൻ ഉയർത്തി മാനിക്കുമ്പോൾ നിൻ്റെ ശത്രു നിൻ്റെ പാതപീഠത്തിലാകും. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.